ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റിവ്യൂ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റിവ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞാനൊരു മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയെങ്കിലും മിനിമം ആ ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ ജെന്യുവൻ ആയിട്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രൊഡക്റ്റ്, ഇപ്പൊ നമുക്ക് അറിയാത്തൊരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ പോലും അത്രയ്ക്കൊരു എഫേർട്ട് ഇട്ട് നിങ്ങളിലേക്ക് അത് പറയുമ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവണം എന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്റെ ഒരു ഓൺ ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി എന്റെ അമ്മ ഉണ്ടാക്കുന്ന കാച്ചെണ്ണയാണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശരിക്കും എനിക്ക് ഹെയർ ഇഷ്യൂസ് അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ടച്ച്വുഡ്, എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹെയർ ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടായിട്ടില്ല, ഭയങ്കര എക്സ്ട്രീം താരന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാത്ത അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്റെ മുടിയൊക്കെ വേഗം വളരുന്ന മുടിയാണ്. അപ്പൊ എനിക്ക് ഹെയറിൻ്റെതായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെ വെട്ടി കളയുന്നത് കൊണ്ടും മുടി ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടും എന്റെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ട് എന്നല്ലാണ്ട് എനിക്ക് പേഴ്സണലി എന്റെ മുടീനെ കൊണ്ടിട്ട് നമ്മൾ പൊതുവെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുവാണ്, ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ടണിങ് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരിപ്പോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സ്ട്രൈറ്റനിങ് ചെയ്യും, സ്മൂത്തനിങ് ചെയ്യും, കെരാറ്റിൻ ചെയ്യും. എന്തൊക്കെ ചെയ്താലും നമുക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ഹെയറിൽ കാണുമല്ലോ. ഞാനെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഒട്ടും ഇങ്ങനെ എന്താ പറയാ എണ്ണ വെച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചോണ്ട് എന്റെ മുടിക്കൊട്ടും ഉള്ളില്ലായിരിക്കും എന്നുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു. കാര്യം എന്റെ മുടി ഭയങ്കര തിന്നായിട്ടുള്ള ഭയങ്കര ഒരു പഞ്ഞി മുടിയാണ്. പിന്നീട് എനിക്കത് മനസ്സിലായി, എന്റെ പഞ്ഞി മുടി ആയതുകൊണ്ടാണ്, മുടി ഇല്ലാത്തതുകൊണ്ടല്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് ആകെ അങ്ങനെ ഒരു അബദ്ധ ധാരണ അല്ലാണ്ട് എന്റെ മുടിനെ കുറിച്ചിട്ട് എനിക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, എനിക്ക് ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലം, തലമുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. അപ്പൊ ഞാൻ എന്റെ ഒരു തലമുടി കൊഴിയുക എന്നുള്ളൊരു എന്റെ ഒരു വിചാരത്തില് നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് കുറച്ച് മുടി കൂടുതൽ കൊഴിയുന്നു അതുള്ള സെറ്റപ്പ്. പക്ഷെ സ്കാൽപ്പ് വരെ കാണാൻ പറ്റുന്ന രീതിയിൽ മുടി കൊഴിയുന്ന ആളുകളുണ്ട്. താരം കാരണം ഓരോരോ പോർഷൻ വെച്ച് മുടി അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞ പല രീതിയിലുള്ള മുടിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് സഫർ ചെയ്യാണ്. അപ്പൊ ഇത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വണ്ടർ ആയിപ്പോയി. പല ആൾക്കാർക്കും ഇവരിപ്പോ ഡൈ ചെയ്യാൻ വരുന്ന ആളുകളായിരിക്കും, പല ഹെയറിന്റെ പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ, സാമ്പ്രാണിത്തിരിന്റെ പുക വരാം. അപ്പൊ ഇവരൊക്കെ ഇവരുടെ ഈ തലമുടിയുടെ തലയോട്ടിയിൽ ഇങ്ങനെ തലയോട്ടി തെളിഞ്ഞു കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞാനിങ്ങനെ അമ്മയടുത്ത് പറഞ്ഞു, നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പൊ അവരുടെ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് മുടി പെട്ടെന്ന് വളരാതിരിക്കാനൊക്കെ ഞാൻ എണ്ണയൊക്കെ തേക്കാതിരുന്നിട്ടുണ്ട്. അപ്പം നമുക്കത് അവരോട് പറയുമ്പോൾ അവര് എന്തെങ്കിലും നിങ്ങൾക്കൊന്നും അറിയെങ്കിൽ പറഞ്ഞു തരുമോ, എന്തെങ്കിലും ചെയ്താൽ ഇത് ശരിയാകുമോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു സാധനം ഇരുന്നിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു മോശമല്ലേ എന്നുള്ളൊരു ധാരണയിൽ ഞാൻ ഇങ്ങനെ അമ്മയുടെ പോയി പറഞ്ഞു, എനിക്കറിയാം ഈ സാധനം തേച്ചാൽ നന്നായി മുടി വളരും, ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് നല്ല രീതിക്ക് ഉണ്ടാക്കുന്ന രീതി നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് 100% ഷുവർ ആണ് ഈ സാധനം വെച്ചാൽ മുടി വളരും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് നമ്മളത് അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഒരു മോശമല്ലേ എന്നുള്ള ധാരണയിലാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തത്, നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലോ എന്നുള്ളത്. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇങ്ങനെ എന്താ നിങ്ങൾ തലയിൽ തേക്കുന്നത്, നിങ്ങൾക്ക് തരാമോ, എന്തെങ്കിലും ഒരിച്ചിരി നിങ്ങൾ വെക്കണ എണ്ണയിൽ കൂട്ടി തരാമോ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു എന്നുള്ള. ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓക്കെ എന്നാ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട്, നമ്മളിപ്പോ പൊതുവെ നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു 3 ലിറ്റർ എണ്ണയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കൊരു 6 ലിറ്റർ എണ്ണ വാങ്ങിക്കാം. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ അത്യാവശ്യമായിട്ട് ഇവരിങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാമോ എന്നുള്ള ചോദിച്ച ആൾക്കാർക്കും കൂടി നമുക്ക് അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ആദ്യത്തെ ഒരു പ്ലാനിൽ വരുന്നത്. അപ്പൊ ഒരുപാട് പേര് ഞാൻ ഷോപ്പിൽ വന്നപ്പോ അമ്മയ്ക്കാണെങ്കിലും അമ്മ ഉണ്ടാക്കി ഈ നമ്മൾ ഈ കാച്ചി എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവരൊരിക്കലും അവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അമ്മ ഇത് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ, അമ്മയ്ക്ക് സാധനം ഭയങ്കര കോൺഫിഡൻസ് ഉള്ള സാധനവും ഇത്രയും നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്ന സാധനം
വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. അവനവൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും അതിന്റെ ഡിമെറിറ്റ്സ് മാറ്റി അതിന്റെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യ സമയത്തൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതിലേക്ക് ഒരു തരത്തിൽ പുള്ളിക്കാരി ഒരു ഹാഫ് മൈൻഡ് ഒക്കെ വെച്ചു. പിന്നെ അതിന്റെ പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ അമ്മ ഇത് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളും അടുപ്പിച്ച് കൊണ്ടുവന്നത് ഇപ്പം ഇതിനകത്ത് ചേർക്കുന്ന ഓരോരോ എന്താ പറയുന്നത്, കയ്യൂന്നി ആയിക്കോട്ടെ, അതുപോലെ കീഴാർനെല്ലി ആയിക്കോട്ടെ, അലോവേറ ജെൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഒരു വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന രീതിക്ക് കുറച്ച് എമൗണ്ട് മതി. ഒരു 3 ലിറ്റർ എണ്ണയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം 6 ലിറ്റർ ആകുമ്പോൾ അതിന്റെ ഇരട്ടി സാധനങ്ങൾ വേണമല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഓക്കെ, എല്ലാവരും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവണം, അല്ലെങ്കിൽ എല്ലാവരും ഇതിനകത്ത് സാധനങ്ങൾ കളക്ട് ചെയ്യാനും എല്ലാത്തിനും ചേരണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മളിത് കണ്ടിട്ടുണ്ട്, അതിന്റെ എണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും വലിയൊരു പ്രോസസ്സാണ് ഇതിന്റെ ബാക്കിലുള്ളതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. ഞങ്ങളെല്ലാം പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പൊ കൈയൊക്കെ ബുദ്ധിമുട്ടാണ്, കൈയൊക്കെ വയ്യാണ്ടിരിക്കുന്നത്, കൈയൊക്കെ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അപ്പൊ ഞാൻ ഇളക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പൊ എന്റെ ഒരു വിചാരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട്, എന്നുവെച്ചാൽ വളരെ സിമ്പിൾ അല്ലെങ്കിലും അത്ര ഒരു കഠിനമായിട്ടുള്ള പ്രവൃത്തി ഇതിന്റെ ബാക്കിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു. സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വന്നപ്പോ തന്നെ ഒരു 1.5 മാസം പിടിച്ചു. അതായത് അമ്മ നെല്ലിക്ക വാങ്ങിച്ചത് ഉണക്കി പൊടിക്കും, എല്ലാ സാധനങ്ങളും പച്ചക്കാണെങ്കിൽ അത് പച്ചക്ക അരയ്ക്കും. അപ്പോ ഈ അമ്മയ്ക്ക് ഈ പെടലിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് ഇങ്ങനെ വൈബ്രേഷൻ ഒന്നും പറ്റത്തില്ല. അപ്പൊ മിക്സിയിലിട്ട് കംപ്ലീറ്റ് അടിച്ചത് ഞാനാണ്. അപ്പൊ അങ്ങനെ അടിക്കേണ്ടി വന്നു. കുറച്ചൊക്കെ ഞാൻ അനിയത്തി ഹെൽപ്പ് ചെയ്തു. എല്ലാ സാധനങ്ങളും അടിച്ച്, നിങ്ങൾക്ക് ഇതിന്റെ പ്രോസസ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ സാധനങ്ങളും അരച്ച് പൊടിച്ചെടുത്ത്, അതും ഒരു തരത്തിലുള്ള കെമിക്കൽസും അതിനകത്ത് വരുന്നില്ല, എല്ലാം പോയി പറിച്ചെടുത്തിട്ട് വന്ന് ഉണക്കിയെടുത്ത് അങ്ങനെ പുള്ളിക്കാരി ചെയ്യത്തുള്ളൂ. അപ്പോ അതുകൊണ്ട് ഒത്തിരി ഇതിനകത്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ ഒത്തിരി ആ ഒരു എഫേർട്ട് ഇടുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഇത്രയും ഷുവറായിട്ട് നിങ്ങളിലേക്ക് തരാൻ പറ്റുന്നതെന്നും, അതുപോലെ എനിക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ്, എന്റെ മുടിക്കൊരു പ്രശ്നം വരില്ല എന്നൊരു കോൺഫിഡൻസ് പുള്ളിക്കാരി അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിന്റെ ആണെന്ന് എനിക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഓയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഇത് ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സാധനങ്ങളൊക്കെ പുള്ളിക്കാരി വീഡിയോയിൽ വെച്ചിട്ടില്ല, അല്ലാണ്ട് അതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ എനിവേസ് ഒരു 99% എങ്ങനെയാണ് ഈ ഒരു എണ്ണ നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ട് ഈ ഓയിൽ വേണം, നിങ്ങൾക്ക് ഹെയറിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ എണ്ണ യൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കണ്ടതിന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പോ ഈ ഓയിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, നമ്മുടെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്, നമ്മളെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ആ പ്രോസസ്സ് കണ്ടിട്ട് നിങ്ങൾ പറയൂ. നമ്മുടെ എണ്ണയിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത്. സവോള, മൈലാഞ്ചി, ഉണക്ക നെല്ലിക്ക, ചെമ്പരത്തി, ആര്യവേപ്പ്, കയ്യൂന്നി, കറ്റാർവാഴ, അതുപോലെ കറിവേപ്പില, കീഴാർനെല്ലി, കരിഞ്ജീരകം, അതുപോലെ ഉലുവ, ഇങ്ങനെ ഉള്ള ഐറ്റംസ് ആണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഐറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു 6 ലിറ്ററിൽ പ്ലാൻ ചെയ്ത ഒരു ഐറ്റം എണ്ണയുടെ അളവും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ചക്കിലാട്ടിയ എണ്ണ നമ്മൾ അവിടെ പോയി മില്ലിൽ നിന്നാണ് ഡയറക്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അങ്ങനത്തെ ഒരു പ്രോസസ്സ് ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ മിനറൽ ഓയിലോ ഒന്നുമല്ല യൂസ് ചെയ്തിരിക്കുന്ന, പക്ക വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ്, ഇതിൽ 1-2 ഐറ്റംസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ എല്ലാ ഐറ്റംസും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പൊടിച്ച് നല്ല രീതിക്ക് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എണ്ണ അരിക്കുന്ന സമയത്ത് തരി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഫൈനായിട്ട് അരച്ചെടുക്കുന്നതെന്നാണ് എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പൊ ആദ്യം നമ്മളിതെല്ലാം ഒരു ഉരുളിയിലേക്ക് ഓരോരോ പോർഷനായിട്ട് ഓരോരോ ഐറ്റം ആയിട്ട് നമ്മളിത് പൊടിച്ചെടുത്തു. നല്ല പാടായിരുന്നു കേട്ടോ. എനിക്ക് എണ്ണയൊക്കെ ഉണ്ടാക്കാൻ പെടാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സജഷൻ എന്നോളം പറയാനുള്ളത്, നെല്ലിക്കയൊക്കെ നിങ്ങൾ അരച്ച് അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ. നമ്മളത് ഉണക്കി പൊടിച്ചാണ് എല്ലാ തവണയും എൻ്റെ അമ്മ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൽ നിന്നും മാറി ചിന്തിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നെല്ലിക്ക ഉണക്കി പൊടിക്കുന്നത് ഭയങ്കര മെനക്കേടാണ്.
നമ്മുടെ മിക്സിയിലൊക്കെ. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അമ്മയുടെ അടുത്ത് ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതെല്ലാ സാധനങ്ങളും നമ്മൾ അരച്ച് ഫൈനാക്കി എടുത്തിട്ടുണ്ട്. ഈ കുറച്ചറിയാതെ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ചെമ്പരത്തിയുടെ ഇല മാത്രമാണ്. അതിങ്ങനെ ഈ കുറച്ച് ഒഴുക്കും മൊട്ടി കിടക്കുന്ന ഐറ്റം ആയതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ ഉരുളിയിലാണ് പ്ലാൻ ചെയ്തത്. കാര്യം നമ്മുടെ ഒരു 6 ലിറ്റർ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഐറ്റംസ് അത്രയും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ പരിപാടി നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ അരച്ച എല്ലാ ഐറ്റംസും നമ്മൾ ഇപ്പോൾ ഒരു ഉച്ച സമയത്താണ് നമ്മൾ അന്നത് വെക്കുന്നത്. ഫുൾ അമ്മ പറയുന്ന വെച്ചാൽ ഓവർ നൈറ്റ് നമ്മൾ അത് ഫുൾ ആ എണ്ണയിൽ തന്നെ, പച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ അങ്ങനെ വെച്ചേക്കും. എന്നിട്ട് അത് അടച്ചു വെച്ചേക്കും. ഒന്നും നമ്മൾ ചെയ്യത്തില്ല, തീയിടാനോ ഒന്നിനും നമ്മൾ പോകത്തില്ല. ഫുള്ളായിട്ട് അതങ്ങ് അടച്ചു വെച്ചേക്കും. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എണ്ണയുടെ അടിയിൽ നമ്മൾ തീയെടുത്തുള്ളൂ, പാത്രത്തിനടിയിൽ നമ്മൾ തീയെടുത്തുള്ളൂ. എന്നിട്ടാണ് അതിന് പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ എണ്ണ ഉരുക്കി എടുത്ത് ശരിയാക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് എല്ലാ പൊടിയും എല്ലാ സാധനങ്ങളും ഈ എണ്ണയിൽ മുങ്ങത്തക്ക രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓവർ നൈറ്റ് വെച്ചേക്കും. അപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് നല്ല രീതിയിൽ എണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ അതിനെ ഉരുക്കിയെടുക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഉടനെ തന്നെ തീ കൊടുത്ത് അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു തലേ ദിവസം നമ്മൾ ഉച്ചക്കിന്റെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളുടെ എണ്ണയ്ക്ക് തീ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഉരുകി, ഞാൻ പറഞ്ഞില്ലേ കട്ടയായിട്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ ഉരുക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ എന്താന്ന് വെച്ചാൽ നിർത്താതെ ഇളക്കും. ഇത് നിർത്തിയാൽ ഇതിന്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുമല്ലേ. സോ നമ്മളിത് ഒട്ടും അടിയിൽ പിടിക്കാൻ പാടില്ല. ലൈറ്റായിട്ട് തീയിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല പാടാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പാടാണ്. ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കിയാലും ഈ നിർത്താതെ ഇളക്കെന്ന് പറയുന്നത് നമുക്ക് ഒരു പാട് തന്നെയാണ്. അപ്പൊ അത്രയും എഫേർട്ട് ഇതിനകത്ത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ നിർത്താതെ ഇളക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കാച്ചിയ എണ്ണ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേരുന്ന ഓരോ ഐറ്റംസും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറ്റാനും ഒക്കെ, നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്ന ബേബി ഹെയർസ് വരാനും ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസുമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. നല്ല രീതിക്ക് നമ്മുടെ ഹെയറിന് എന്താണോ ഹെയറിന് നമുക്കിപ്പോൾ ഒരു ഫുഡ് കൊടുക്കാൻ പറ്റുന്നത് അത് ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫുഡ് ആയിരിക്കും ഹെയറിന് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിന് മുകളിൽ പൊങ്ങി കിടക്കുന്ന റോസ്മേരി ആണ് കേട്ടോ. അപ്പൊ അത് പുള്ളിക്കാരിയുടെ ലാസ്റ്റ് ഓയിലിൽ പുള്ളിക്കാരി ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ്. അത് നല്ലതാണ്. റോസ്മേരി നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ എണ്ണ ഊറി വരുന്നതിൽ നിന്ന് കോരി എടുത്ത് അരിച്ചാണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഈ ഒരു ഓയിൽ നിങ്ങളിലേക്ക് എത്തുന്നതെന്നുള്ളത്. ശരിയാണ്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നി, നമ്മൾ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ആ ഒരു സാധനം നമ്മളിലേക്ക് എത്തുന്നതെന്ന് അറിയാനുള്ള ഒരു കോമൺ റൈറ്റ് നമുക്കുണ്ട്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. അതുപോലെ ഈ എണ്ണ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ചാർജ് വരുന്നത് 210 രൂപയാണ് ഫോർ 100 ml. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, നമ്പർ അതെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഒരു നമ്പർ മെൻഷൻ ചെയ്തേക്കാം. സോ നിങ്ങൾ ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും. എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും. അല്ല നമ്മുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് നിങ്ങൾക്ക് കൊണ്ടുതരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാനോ അങ്ങനെയുള്ള രീതിയിൽ ഓക്കെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിലും വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഷോപ്പ് ആക്സസിബിൾ ആണെങ്കിൽ ഷോപ്പിൽ നിന്നും ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ ഷോപ്പിന്റെ പേരാണ് ഞാൻ പറയുന്നത്. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ കുറച്ച് ദൂരെയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് നമ്മൾ ഷിപ്പ് ചെയ്ത് ഡെലിവറി ചെയ്യുന്നതാണ്, അത് പ്രശ്നമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയണം എന്ന് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ ഒക്കെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗ്രേ ഹെയർ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മുടി ഗ്രേയിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അകാലത്തിൽ നര വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഓയിൽ യൂസ് ചെയ്യാം. അതായത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് നരയ്ക്കുന്നൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല നമ്മുടേത്. എന്നാൽ പോലും എൻ്റെ അമ്മമ്മയ്ക്കൊക്കെ 80 വയസ്സായിട്ടും ഫുള്ള് മുടിയൊന്നും ഇതുവരെ നരച്ചിട്ടില്ല. അപ്പൊ അത് ഒത്തിരി പേര് ഇങ്ങനെ പറയും മുടി ഇങ്ങനെ നരയ്ക്കാതെ. അവര് എപ്പോഴും അമ്മമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടേക്കണ കാര്യം, ഇവര് ഈ കറിവേപ്പിലുണ്ടല്ലോ,
കറിവേപ്പിലയാണ് ഇവരുടെ മെയിൻ. അപ്പൊ നമ്മുടെ എണ്ണ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണും ഒരു കൂന പോലെ കറിവേപ്പില ഇരിക്കുന്നത്. അപ്പൊ ഈ കറിവേപ്പിലയും ഈ കീഴാർനെല്ലിയും ഒക്കെ ഇതിനകത്ത് വരുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ അകാല നര വരാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കുറയും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയൊക്കെയാണ് ഈ എണ്ണയെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനുള്ളൂ. ഞാൻ ചെറുതിലേ തൊട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും എനിക്ക് നമുക്ക് ഈ കയ്യിലുള്ളതിന്റെ വില അറിയില്ല എന്ന് പറയുന്നതുകൊണ്ടും ഞാനൊക്കെ വളരെ വില കുറച്ച് കണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന് ഇത്രയും ഒരു കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു വില കൊടുക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ആവശ്യമില്ലെങ്കിൽ പോലും ആ ഒരു ഇത് എങ്ങനെ പ്രോസസ്സ് എന്നുള്ളത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇതിനൊരു ഗുണം കിട്ടുന്നത് എന്നുള്ളതും പറയാണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.